ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന ഈ അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു അവിയൽ ഉണ്ടാക്കാനാണ് പോണത്. അതിന് വേണ്ടി ഞാൻ 1/2 കിലോ ചേനയാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ നീളത്തിൽ നൈസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ കഴുകിയെടുക്കാം. ചേന ഞാൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊരു ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനൊരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മളെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാട്ടോ. നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കാത്തതാണ്, അപ്പോൾ ഇത്രയും ഞാൻ പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കണം. അത് ഞാനിപ്പോൾ ചേർക്കണില്ല, കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് ചേർക്കണുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ചേന വെന്ത് കിട്ടണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ചേന വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചേന വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു 10-15 മിനിറ്റ് ഞാൻ ഈ വെള്ളത്തിൽ തിളപ്പിക്കുകയാണ് ചെയ്തത്. നമുക്കിനിത് മാറ്റി വെക്കാം. ഞാനിതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർത്തിട്ടില്ല, പച്ചമുളക് മാത്രം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. എന്താണെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ ചൊറിച്ചിൽ വരും. അപ്പോൾ നമ്മൾ ആ വേവിച്ചിട്ടുള്ള വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ചേന ഞാൻ വെള്ളം ഊറ്റിയിട്ട് ഞാൻ വേറൊരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചിട്ടുള്ളത്. കുറച്ചും കൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നല്ല പോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലാണ്ട് പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് സെറ്റ് ആവണം. ആ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ഇതിൽ പിടിച്ച് കിട്ടണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കും. നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/2 ഗ്ലാസ്സോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഈ കിടന്നൊന്ന് സെറ്റായി വരട്ടെ. ഇതൊക്കെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് ചേന വെന്ത് വരുമ്പോഴത്തേനും അതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങയുടെ പകുതി ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഞാനൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ല ജീരകമാണ് വേണ്ടത്, ചെറിയ ജീരകം. അത് ഞാനൊരു 1/2 സ്പൂണോളം ഞാൻ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മൾ പച്ചമുളക് ചേർത്താണ് വേവിച്ചിട്ടുള്ളത്, അപ്പോൾ ബാക്കി പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി ചേർത്തൊന്ന് ചതച്ചെടുക്കുക. അരഞ്ഞു പോവേണ്ടൊന്ന് ചതച്ച് കണ്ടോ. ഞാനിപ്പോൾ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ചേന ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഇട്ടിട്ട് ഇതിൽ ഞാൻ അത് വറ്റിക്കണമൊന്നുമില്ല. നമുക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ മുഴുവൻ ചമ്മന്തി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനൊരു 1/2 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. പുളിയുടെ അനുസരിച്ച് നമുക്ക് തൈര് കൂട്ടം കുറക്കൊക്കെ ചെയ്യാട്ടോ. പുളി നല്ല കുറവാണെങ്കിൽ 1 കപ്പ് തൈര് വരെയൊക്കെ എടുത്തോട്ടോ. ഇതൊന്ന് നമുക്ക് ഒന്ന് മൂടി വെച്ച് വെക്കാം. ഒന്ന് മൂടി വെച്ചൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ 3-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അത് തേങ്ങയും തൈരൊക്കെ ഇതിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക.
നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഉടയരുത് കേട്ടോ ചേന, ഉടയാത്ത സൈസ് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അതും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ അവിയലിൻ്റെ പരിപാടി കഴിഞ്ഞ്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സാധാ വെളിച്ചെണ്ണ നമുക്ക് ഒരു 2 സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇടാം. വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്നും കൂടി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചതല്ലേ, ഇത്ര ഉള്ള പരിപാടി. ഇതിന് പരിപാടി കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് 2 മിനിറ്റ് ഒന്നും കൂടി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം, പോരെങ്കിലും ചേർത്ത് കൊടുക്കണം. ഇതിപ്പോ പാകത്തിന് തന്നെ ആയിട്ടുണ്ട് കേട്ടാ. ഇതിപ്പോ ഒരു 3-5 മിനിറ്റ് ആയി വന്നിട്ടുണ്ട്. വേണ്ട, സെറ്റായി വന്നിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇത്ര ഉള്ള പരിപാടി, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ചേന അവിയൽ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.